ഹലോ ഗൈസ് അഗെയിൻ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തൊരു പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പിള്ളേർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ ഡ്യൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. യെസ്, ഇന്ന് CSF പ്രൊട്ടക്ടേഴ്സ് FTക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 7 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 6 ഗോളുകൾക്ക് മുമ്പിലായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരൊറ്റ ഗോൾ മാത്രമേ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ചെറിയൊരു നിരാശ നൽകുന്ന കാര്യം. എന്തൊക്കെയായാലും നേരത്തെ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCക്കെതിരെ 8 ഗോളുകൾക്ക് വിജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് പഞ്ചാബ് FCക്കെതിരെ സമനില വഴങ്ങേണ്ടി വന്നപ്പോൾ ചില ആരാധകർക്കൊക്കെ നിരാശയുണ്ടായിരുന്നു. എന്നാൽ ഇത് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അവരുടെ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇന്ന് കളിയുടെ 6ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. നോഹ സദയുടെ ഒരു ചിപ്പ് പാസ് ഹെഡ് ചെയ്തുകൊണ്ട് വലയെത്തിക്കുകയായിരുന്നു പെപ്ര. അതെ, ഇതിന് പിന്നാലെ കളിയുടെ 9ാം മിനിറ്റിൽ ഐമന്റെ അസിസ്റ്റിൽ നിന്ന് നോഹ തന്നെ ഗോൾ നേടിയതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ഇരട്ടിയാക്കുന്നു. പിന്നീട് മത്സരത്തിന്റെ 16ാം മിനിറ്റിൽ ഐമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3ാമത്തെ ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഐമന്റെ ഗോളിന് പെപ്പറയായിരുന്നു അസിസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. 20ാം മിനിറ്റിൽ നോഹ തന്റെ 2ാമത്തെ ഗോൾ കണ്ടെത്തുന്നു. നോഹ സദയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. അതൊരു പ്രത്യേക വീഡിയോയിൽ തന്നെ ചെയ്യാമെന്ന് കരുതുന്നു. എന്തൊക്കെയായാലും പിന്നീട് മത്സരത്തിന്റെ 25ാം മിനിറ്റിൽ നെവോച്ചയുടെ വകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 5ാം ഗോൾ. ആദ്യ പകുതിക്ക് പിരിയാൻ 1 മിനിറ്റ് ബാക്കിയിരിക്കെ അസ്ഹറും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ഐമന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു അസ്ഹറിന്റെ ആ ഒരു ഗോൾ പിറന്നത്. ഇരട്ട കുട്ടികൾ 2 പേരും ഗോളടിച്ചു പൊളിച്ചെടുക്കുന്ന കാഴ്ച. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് CSF പ്രൊട്ടക്ടേഴ്സ് FT കളിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരൊറ്റ ഗോൾ മാത്രം അടിക്കാൻ സാധിച്ചതും. 2ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോളുകൾക്കായി ശ്രമിച്ചെങ്കിൽ കൂടി 88ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി വീണ് കിട്ടുന്നു. പക്ഷേ നോഹയ്ക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് നോഹ തന്റെ 3ാം ഗോളിലൂടെ പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോഹയുടെ ഈ ഒരു ഡ്യൂറൻ കപ്പിലെ 2ാമത്തെ ഹാട്രിക് കൂടിയാണിത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ വമ്പൻ വിജയം നേടിയെടുക്കാൻ സാധിച്ചതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിൽ നിന്നും ചാമ്പ്യന്മാരായി കൊണ്ട് തന്നെ 1ാം സ്ഥാനത്തോടുകൂടെ ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. കളിയുടെ ചെറിയൊരു കണക്കെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ 63% കളിയിൽ ബോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. 35 ഷോട്ടുകൾ ഉതിർക്കാൻ സാധിച്ചതിൽ 11 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ CSFനെതിരെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് വമ്പൻ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പിള്ളേർക്ക് ആദ്യമായിട്ട് ഒരു കപ്പ് വേണം. അതെ, അത് ഈ ഡ്യൂറൻ കപ്പിലൂടെ തന്നെ അടിച്ചെടുക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ. അതിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.